ഗാസയിൽ നിന്നും പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസ പുനർനിർമ്മിക്കുവാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. ഗാസയിൽ നിന്നും ഒഴിപ്പിക്കുന്ന പലസ്തീൻ പൗരന്മാരെ പുനരധിവസിപ്പിക്കുന്നതിന് അമേരിക്ക കണ്ടുവച്ച 3 കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഇസ്രായേൽ US ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ നടന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഗാസയെക്കുറിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. ഗാസയെ പൂർണ്ണമായും ഹമാസ് രഹിതമാക്കുവാനുള്ള പദ്ധതിയായിരുന്നു അത്. ഗാസയിൽ വസിക്കുന്ന പാലസ്തീനിയൻ ജനങ്ങളെ തൊട്ടടുത്തുള്ള ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിപ്പാർപ്പിച്ചതിനു ശേഷം ഗാസയെ പുനർനിർമ്മിക്കുക, ഗാസയെ മിഡിൽ ഈസ്റ്റിലെ റിവേറിയാക്കി മാറ്റുക എന്നതായിരുന്നു പദ്ധതി. ട്രംപിന്റെ ഈ തീരുമാനത്തോട് ഈജിപ്ത് അനുകൂലമായി പ്രതികരിച്ചില്ല. ജോർദാൻ പൂർണ്ണമായി പിന്തുണച്ചതുമില്ല. സമയമാകുമ്പോൾ അവർ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ട്രംപ് അന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതിനിടയിൽ ഈജിപ്തിൽ കൂടിയ അടിയന്തര അറബ് ഉച്ചകോടിയിൽ ട്രംപിന്റെ പദ്ധതിക്ക് ബദലായി ഈജിപ്ത് ഗാസയെ പുനർനിർമ്മിക്കുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചു. $53 ബില്യൺ ഈ പദ്ധതിക്കായി ഈജിപ്ത് കണക്കുകൂട്ടിയിരുന്നത്. ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിക്കാതെയുള്ള പുനർനവീകരണമായിരുന്നു ഈജിപ്തിന്റെ പദ്ധതിയുടെ പ്രത്യേകത. പക്ഷേ അറബ് ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞ ഈ പ്രഖ്യാപനം ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു അറബ് രാജ്യങ്ങളുടെ കൂടിവരവിൽ ഉയർന്നു വന്നത്. ഈജിപ്തും ജോർദാനും പിന്തുണച്ചില്ലെങ്കിൽ പകരം ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാൻ ട്രംപ് കിഴക്കൻ ആഫ്രിക്കയിലെ 3 രാജ്യങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു. അത് വലിയ വാർത്തയുമായിരുന്നു. ഇപ്പോൾ ആ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി അമേരിക്ക, ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയതായുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപിന്റെ ഓഫർ സുഡാൻ നിരസിച്ചതായും സൊമാലിയയും സൊമാലിലാൻഡും പ്രതികരിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗാസയുടെ പുനർനിർമ്മാണം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.